ഏതായി പെണ്ണ്? എടാ ഇന്നോടാ ഏതായി പെണ്ണെന്ന്? ഇന്നലെ വന്നതാ. ഇന്നലെ വന്നതാന്ന്. എന്തോന്നത്? യുവജനോത്സവോ? എടോ കൊച്ചൊന്ന് കുറച്ച് വെക്കണോ? എന്തോ എന്തുമാ അയലത്തുകാർക്ക് കിടന്ന് പൊറുക്കണം. കൊച്ചൊന്ന് കുറയ്ക്കാൻ അവിടുന്ന് ആകാമല്ലോ. എടാ അവിടെ ആള് പെശകാൻ തോന്നുന്നു. നീ കുറയ്ക്ക. അങ്ങനെ എന്ത് ചെയ്യുന്നു നോക്കാം. ഉണ്ടുണ്ടുണ്ട്, അവക്ക് മര്യാദയുണ്ട്. ദേ ഒന്നിഞ്ഞു വന്നേ. എവിടെ? ഒന്ന് കാണാനാ. എടോ ഒന്ന് കണ്ടോട്ടേന്ന്. അവള് പോയെന്നാ തോന്നുന്നു. ഏതാണത്? എനിക്കറിയത്തില്ല. വല്ല പേയിങ് ഗസ്റ്റ് വല്ലതായിരിക്കും. എന്നാൽ അവക്കൊരു ഇംഗ്ലീഷ് പാട്ട് വെച്ചൂടെ? രാവിലെ തൊട്ട് എനിക്ക് കേട്ടൂടാ. വല്യമ്മച്ചി, വല്യമ്മച്ചി, വല്യമ്മച്ചി. എന്തിനാ വല്യമ്മച്ചി ഇത് അഴിച്ചു മാറ്റുന്നത്? ഇനി എന്തിനാ ഇത്? നീ വരുമ്പോൾ അടിക്കാനാണ് ഇത്രയും കാലം ഞാൻ സൂക്ഷിച്ചത്. നീ വന്നു, ഇനി എന്തിനാ ഇത്? ഒരു പോസ്റ്റ്മാൻ പോലും ഈ വഴിക്ക് വരില്ല. ഇതിന്റെ ആവശ്യമില്ല. പോ വേഗം റെഡിയാവും. എവിടേക്ക്? ഇന്ന് ഞായറാഴ്ച അല്ലേ, പള്ളിപ്പോണ്ടേ? ഓ യെസ്, ഐ എം റെഡി. മാറണം. അറിയാവടാ രാവിലെ ഇതിനെ മൂക്ക വലിച്ച് കയറ്റിട്ടുണ്ടെന്ന്. ഇട്ടോ നിന്റെ അപ്പന്റെ ചവപ്പൊട്ടിക്കകത്ത് കൊണ്ടു ഇട്ടോ. തുമ്മിക്കോ മൂക്ക് തെറിക്കുന്നവരെ തുമ്മിക്കോ. ആടാ എല്ലാം കൂടെ ഇട്ടോ. നീ ഇങ്ങ് വാ. മൈന്ദ്രങ്ങളെല്ലാം ചാറായി. അതാ എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വാ അലക്സാണ്ടർ. അല്ല, നമസ്കാരം കുഞ്ഞമ്മേ. അലക്സാണ്ടർക്ക് അറിയാമോ ഇത് ആരാണെന്ന്? അറിയാം, പിള്ളേര് പറഞ്ഞു. ആഹാ, ഏതായാലും കുഞ്ഞമ്മ കരുത പോലെ ആളിങ്ങി എത്തിയല്ലോ. ഞങ്ങളെന്നാ വരട്ടെ കുഞ്ഞമ്മേ. അപ്പൊ നിങ്ങൾ രണ്ടുവന്നല്ലേ? വാടാ ഇവിടെ. അഹിത ഒന്നും സംഭവിക്കരുത്. അച്ഛനെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അച്ഛനറിയാമോ ഇതാരാണെന്ന്? പള്ളിയിലേക്ക് കയറി വരുന്ന കണ്ടപ്പോഴേ സംശയം തോന്നി. ഒരിക്കൽ കണ്ടാ പിന്നെ ഞാൻ മറക്കൂല. നമ്മൾ നല്ലപ്പ കാണുക. മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നാ ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലാകാണ്ടിരിക്കുവോ? മാത്യൂസിന്റെ മോളല്ലേ? ഈ കണ്ണും മൂക്കും ഒക്കെ മാത്യൂസിന്റെ അല്ലേ കുഞ്ഞു? അച്ഛൻ ഏത് കണ്ണുണ്ടായി കാണുന്നത്? ഇത് അയാളുടെ മോളൊന്നുമല്ല, എന്റെ മോളാ, എന്റെ മണിക്കുട്ടിയുടെ മോൾ. വാ മോള്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. അഹിത ഒന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞതല്ലേ? ദേ ആ കായലിനപ്പുറം 10-27 പറ നിലം എനിക്കും ഉണ്ടായിരുന്നതാ. ആരാ നോക്കാനും പിടിക്കാനും ഒക്കെ? എല്ലാം വിറ്റ് കാശാക്കി ബാങ്കിലിട്ടിരിക്കുക. ഹായ് ബോട്ട്, വലിയമ്മച്ചി ബോട്ട്. നീ എന്താ ബോട്ട് കണ്ടിട്ടില്ലേ? ഡൽഹിയിലെ തിരക്കില് വള്ളവും ചൂണ്ടയുള്ള മീൻപിടുത്തക്കാരും ഒക്കെ മലയാള സിനിമയിലെ കണ്ടിട്ടുള്ളൂ. നമുക്കൊരിക്കൽ ബോട്ടിൽ പോവാൻ വലിയമ്മച്ചി. ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. ഞാൻ സമ്മതിക്കത്തില്ല. എന്താ? നിന്റെ വല്യപ്പച്ചൻ മണിക്കുട്ടിയുടെ അപ്പൻ ഒരു നേവൽ ഓഫീസർ ആയിരുന്നു. അറിയാമോ? ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയതാ. അതുകൊണ്ടെന്താ?
നമുക്ക് പോവാൻ വല്യമ്മച്ചി. ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ആഗ്രഹമല്ലേ വല്യമ്മച്ചി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇല്ല, എനിക്ക് പോണം. ഞാൻ പോകും. നിന്റെ മമ്മി, എന്റെ മണിക്കുട്ടി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ലായിരുന്നു. നീയും അങ്ങനെയൊക്കെ നിന്നാ മതി. ഇല്ല, ഞാൻ വിടില്ല. വിടില്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ച. എന്തിനാ വല്യമ്മച്ചി പിണങ്ങിയിരിക്കുന്നത്? തുമ്മൽ വന്നാൽ എന്ത് ചെയ്യും? അല്ല, നീ എന്നെ കളിയാക്കിയതാ. എങ്ങനെ കളിയാക്കാതിരിക്കും? വല്ലവരും തുമ്മിയാ വല്യമ്മച്ചിക്ക് എന്താ? അയ്യോ, ഇപ്പൊ സത്യമായിട്ട് തുമ്മിപ്പോയതാ. നീ വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം എന്തെല്ലാം ഒരുക്കങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന്. വാ. ഈ പെട്ടികളൊക്കെ കണ്ടോ? ഇത് നിറയെ നിനക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഓരോരോ കാലത്ത് വാങ്ങി വെച്ചത്. നീ 5-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാനാണിത്. ഇത് നീ 10-ാമത്തെ വയസ്സിൽ വന്നിരുന്നെങ്കിൽ ഇടാൻ. ഇന്ന് നീ വന്നപ്പോൾ ഇടാൻ എന്തൊക്കെയാ വേണ്ടത്? ചട്ടയോ, സാരിയോ, ഗൗണോ? പിന്നെ ഇത് കണ്ടോ?